എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി വിനയ് കുമാർ. വിനയ് കുമാറാണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപയുടെ നാണയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. 2024 FIH ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം. 2024 FIHന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് 2024 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ. NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദാത്തെ. സദാനന്ദ് വസന്ത് ദാത്തെയാണ് NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ. BPRD ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. BPRDയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ശർമ്മയാണ് BPRDയുടെ പുതിയ ഡയറക്ടർ ജനറൽ. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദ്. പീയൂഷ് ആനന്ദാണ് NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത. മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽ ഖഹ്താനി. റൂമി അൽ ഖഹ്താനിയാണ് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളാണ് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്നതുമായ ആദ്യ വ്യക്തി. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ആയി തിരഞ്ഞെടുത്തത്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ആയി തിരഞ്ഞെടുത്തത് MC മേരികോം. MC മേരികോമിനെയാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുത്തത്. 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത്. 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് കാലിക്കറ്റ് ഹീറോസ്. കാലിക്കറ്റ് ഹീറോസ് ആണ് 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യയ്ക്ക് പ്രതിരോധം തീർക്കാൻ IMA നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യയ്ക്ക് പ്രതിരോധം തീർക്കാൻ IMA നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് പദ്ധതിയാണ് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യയ്ക്ക് പ്രതിരോധം തീർക്കാൻ IMA നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ നൽകി ആദരിച്ച രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ നൽകി ആദരിച്ച രാജ്യം ഭൂട്ടാൻ. ഭൂട്ടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ നൽകി ആദരിച്ച രാജ്യം. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികളും 12,000 റൺസ് തികയ്ക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികളും 12,000 റൺസുകൾ തികയ്ക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി.
വിരാട് കോഹ്ലിയാണ് T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികളും 12,000 റൺസ് തികയ്ക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യൻ താരം. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പാക്കിയ പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പാക്കിയ പദ്ധതി ബന്ധു പദ്ധതിയാണ് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പാക്കിയ പദ്ധതി. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗയ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടുപിടിച്ച 1200 മുതൽ 1300 കോടി വർഷം വരെ പഴക്കമുള്ള ക്ഷീരപഥത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ച പുരാതന നക്ഷത്ര സമൂഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗയ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടുപിടിച്ച 1200 മുതൽ 1300 കോടി വർഷം വരെ പഴക്കമുള്ള ക്ഷീരപഥത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ച പുരാതന നക്ഷത്ര സമൂഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ശിവ-ശക്തി എന്നിങ്ങനെയാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗയ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടുപിടിച്ച 1200 മുതൽ 1300 കോടി വർഷം വരെ പഴക്കമുള്ള ക്ഷീരപഥത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ച പുരാതന നക്ഷത്ര സമൂഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ശിവ-ശക്തി. ഏതു രാജ്യമാണ് DNA ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാനുള്ള ലങ് വാക്സിൻ വികസിപ്പിക്കുന്നത്? ഏതു രാജ്യമാണ് DNA ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ വികസിപ്പിക്കുന്നത്? ബ്രിട്ടനാണ് DNA ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനായ ലങ് വാക്സ് വികസിപ്പിക്കുന്നത്. 2024 മാർച്ചിൽ 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? 2024 മാർച്ചിൽ 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് 2024 മാർച്ചിൽ 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേര്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത് യെസ് ബാങ്ക് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ് ജി സത്യനാണ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ്. 2023-24 വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത്? 2023-24 വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഒഡീഷയാണ് 2023-24 വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം? 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് 2025 UN കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദിയാകുന്നത്. 2024 മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി? 2024 മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായിരുന്ന വ്യക്തി TN പ്രകാശാണ് 2024 മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന വിഷൻ ചിപ്പ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ശതകോടീശ്വരൻ? കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന വിഷൻ ചിപ്പ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ശതകോടീശ്വരൻ
ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ആണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന വിഷൻ ചിപ്പ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ശതകോടീശ്വരൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്. പുഷ്പക് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ടേബിൾ ടെന്നീസ്. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്നത് അജന്ത ശരത് കമലാണ്. അദ്ദേഹം ടേബിൾ ടെന്നീസ് താരമാണ്. ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം. ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം അമേരിക്ക. അമേരിക്കയാണ് ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യം. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് തുറവൂർ. ആലപ്പുഴയിലെ തുറവൂരാണ് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത്. സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. സീതാലയം പദ്ധതിയാണ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ്. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നിബാൺ. അഗ്നിബാൺ ആണ് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തി. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയത്. 2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പർ. 2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. 1032 എന്ന നമ്പറാണ് 2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയ് ചാനു. പന്തോയ് ചാനു ആണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് ലോകത്തിലെ തന്നെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വന്ന രാജ്യം. ആബേൽ പ്രൈസ് 2024 അർഹനായത്. 2024 ആബേൽ പ്രൈസിന് അർഹനായത് മിഷേൽ ടലഗ്രാൻഡ്. മിഷേൽ ടലഗ്രാൻഡ് ആണ് ആബേൽ പ്രൈസ് 2024 നേടിയത്. MT വാസുദേവൻ നായരുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്.
MT വാസുദേവൻ നായരുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ KP സുധീര. ഡോക്ടർ KP സുധീരയാണ് MT വാസുദേവൻ നായരുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ MTB വാക്ക്. MTB വാക്കാണ് ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പൊൻവാക്ക്. പൊൻവാക്ക് പദ്ധതിയാണ് ശൈശവ വിവാഹം തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. അഷിത സ്മാരക സമിതിയുടെ അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹയായത്. അഷിത സ്മാരക സമിതിയുടെ അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. സാറ ജോസഫാണ് അഷിത സ്മാരക സമിതിയുടെ അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹയായത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകമാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. ഇറ്റലിയാണ് 2024 G7 ഉച്ചകോടിയുടെ വേദി. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ശ്രീജ അകുല. ശ്രീജ അകുലയാണ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത്. ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ സഖി, സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ. സഖി ആപ്ലിക്കേഷനാണ് ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. UN പൊതുസഭ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത്. UN പൊതുസഭ AI സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത് 2024 മാർച്ച്. 2024 മാർച്ചിനാണ് UN പൊതുസഭ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത്. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദാവലൂരി. പവൻ ദാവലൂരിയാണ് 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദാവലൂരി. ഉറുഗ്വേ ആസ്ഥാനമായുള്ള ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ FCയിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉറുഗ്വേ ആസ്ഥാനമായുള്ള ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ FCയിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രി. മണിപ്പൂരുകാരനായ ബിജയ് ഛേത്രിയാണ് ഉറുഗ്വേ ആസ്ഥാനമായുള്ള ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ FCയിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ലോകത്തിലെ ആദ്യ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി. ലോകത്തിലെ ആദ്യ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി ബജാജ്. ബജാജ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.